കൊല്ലം ജില്ലയിലെ ഏക പട്ടികജാതി സംവരണ മണ്ഡലമായ കുന്നത്തൂരിൽ ഇത്തവണയും തീപാറും പോരാട്ടമാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇത്തവണയും ജനവിധി തേടുന്നത്. 5 തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച കോവൂർ കുഞ്ഞുമോൻ 6ാം തവണയും മത്സരിക്കുമ്പോൾ മണ്ഡലം പിടിക്കാനൊരുങ്ങി UDFും NDAയും ശക്തമായി രംഗത്തുണ്ട്. ശാസ്താംകോട്ട, മൈനാഗപ്പള്ളി, പോരുവഴി, മൺട്രോത്തുരുത്ത്, കുന്നത്തൂർ, പടിഞ്ഞാറേക്കല്ലട, ശൂരനാട് വടക്ക്, ശൂരനാട് തെക്ക്, കിഴക്കേക്കല്ലട, പവിത്രേശ്വരം എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന കുന്നത്തൂർ മണ്ഡലത്തിൽ തുടർച്ചയായി ഇടതുപക്ഷമാണ് വിജയിച്ചിരുന്നത്. 2001 മുതൽ RSP ലെനിനിസ്റ്റിന്റെ കോവൂർ കുഞ്ഞുമോനാണ് വിജയിച്ചു വരുന്നത്. മണ്ഡലത്തിലെ വികസനങ്ങളും LDF സർക്കാരിന്റെ നേട്ടങ്ങളും അക്കമിട്ട് നിർത്തിയാണ് LDFിന്റെ പ്രചാരണം. കുന്നത്തൂർ മണ്ഡലത്തിൽ വർഷങ്ങളായി വ്യക്തിപരമായ സ്വാധീനവും സംഘടനാശക്തിയും ഒരുമിച്ച് നിലനിർത്തുന്ന നേതാവാണ് കോവൂർ കുഞ്ഞുമോൻ. വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉറപ്പാക്കാനാണ് ഇത്തവണയും ജനവിധി തേടുന്നതെന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും മത്സരം തന്നെയാണല്ലോ. ആ മത്സരത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ, കഴിഞ്ഞതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ കുന്നത്തൂർ അസംബ്ലി മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി സ്ഥാനാർത്ഥി വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അതേസമയം മണ്ഡലത്തിൽ ശക്തമായ തിരിച്ചുവരവ് ലക്ഷ്യമിട്ട് UDF സ്ഥാനാർത്ഥി ഉല്ലാസ് കോവൂർ ശക്തമായ പ്രചാരണമാണ് നടത്തുന്നത്. 2021 RSPക്ക് വേണ്ടി മത്സരിച്ച ഉല്ലാസ് കോവൂർ 2000-ൽ പരം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. കുന്നത്തൂരിലെ വികസന മുരടിപ്പും LDF സർക്കാരിന്റെ അഴിമതികളും അക്കമിട്ട് നിരത്തിയാണ് UDFിന്റെ പ്രചാരണം. ഇവിടെ ഒരു പദ്ധതിയും കൊണ്ടുവന്നില്ലെന്ന് മാത്രമല്ല, വികസനമില്ലായ്മയിൽ കിതയ്ക്കുന്ന ഒരു മണ്ഡലമാക്കി, അവികസിത മണ്ഡലമാക്കി ഈ മണ്ഡലത്തെ മാറ്റിയതിന്റെ ഉത്തരവാദിയാര്? ഇതാണ് ഞങ്ങളുടെ ഈ ചോദ്യം കൃത്യമായി ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. മണ്ഡലത്തിൽ നിർണായക ശക്തിയാകാനും മണ്ഡലം പിടിച്ചെടുക്കാനും BJP രംഗത്തിറക്കിയിരിക്കുന്നത് BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദിനെയാണ്. മണ്ഡലത്തിലെ വികസന പാളിച്ചകൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാണ് BJPയുടെ പ്രചാരണം. വിജയം സുനിശ്ചിതമാണെന്ന് രാജീവ് പ്രസാദ് പറയുന്നു. രണ്ട് മുന്നണികൾക്കും ഇവിടെ കുന്നത്തൊരു അവസരം കൊടുത്തതാണ്. 1 വർഷം 5 വർഷമൊന്നും അല്ല, 25 വർഷമാണ് വേസ്റ്റാക്കി കളഞ്ഞേക്കുന്നത്. അപ്പം ജനങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഇനി 5 വർഷം നമ്മൾ കൊടുത്താൽ കഴിഞ്ഞ 25 വർഷത്തെ പോലെ തന്നെ അതും കടന്നു പോകും, ഒരു വികസനം ഇവിടെ നടക്കില്ല. ജനങ്ങൾ BJPയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നുണ്ട്. ശക്തമായ ത്രികോണ മത്സരം ഫലത്തെ സ്വാധീനിക്കുമെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. നിലനിൽപ്പിന്റെ പോരാട്ടവുമായി RSPകളും മണ്ഡലം പിടിച്ചെടുക്കാനായി BJPയും ശക്തമായ പ്രചാരണത്തിലാണ്. ഫലം പ്രവചിക്കാനാകാത്ത മണ്ഡലങ്ങളിലൊന്നായി കുന്നത്തൂർ മാറുകയാണ്. അമൃത ന്യൂസ്, കൊല്ലം.